ഗുഡ് മോർണിംഗ് എവരി വൺ. ഞാൻ ഇൻകം ടാക്സിലെ 7th ചാപ്റ്ററിലെ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് എടുക്കുന്നത്. എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 80GG ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് ഫ്രണ്ട്സ് പെയ്ഡ് ആണ്. അപ്പോൾ എന്താണ് സെക്ഷൻ 80GGയിൽ പറയുന്നത് നോക്കാം. സാലറീഡ് പേഴ്സണോ സെൽഫ് എംപ്ലോയിഡ് പേഴ്സണോ ഈ രണ്ടിൽ ആരെങ്കിലും ആവാം, ഇവർക്ക് ഇവരെ എംപ്ലോയീസിൻ്റെ അടുത്ത് നിന്ന് HR ഒന്നും കിട്ടാത്ത സാഹചര്യത്തിൽ ഇവർക്ക് എത്രത്തോളം ഡിഡക്ഷൻസ് കിട്ടുന്നുണ്ടെന്നാണ് സെക്ഷൻസ് 80GGയിൽ പറയുന്നത്. അത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഒരു അസസി എന്ന് പറയുന്നത് റെൻറ്റഡ് ഹൗസിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഹൗസ് പറയുന്നത് ഫർണിഷ്ഡ് ആവാം, അൺഫർണിഷ്ഡ് ആവും. ഫർണിഷ്ഡ് പറയുമ്പോൾ ഓൾറെഡി ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഹൗസ്, അങ്ങനെ അല്ലാത്തൊരു ഹൗസ് ആവോ. അങ്ങനെ ഫർണിഷ്ഡോ അൺഫർണിഷ്ഡോ ഹൗസിൽ ജീവിക്കുന്ന ഒരു അസസി ആണെങ്കിൽ അയാൾ ജീവിക്കുന്നത് ഒന്നെങ്കിൽ എംപ്ലോയ്മെൻറ്റ് പർപ്പസിനോ അല്ലെ ബിസിനസ്സിനോ പ്രൊഫഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയായിരിക്കും ഒരു റെൻറ്റഡ് ഹൗസിൽ ജീവിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഡിഡക്ഷൻസ് ഏതൊക്കെ രീതിയിലാണ് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 10% അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിനേക്കാളും കുറവാണ് റെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ അതാണ് ഒന്നാമതായിട്ട് വരുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ 25% ആയിരിക്കും, പിന്നെ ഒരു 5,000 പെർ മന്ത് ആണ്. ഈ 3 കേസിൽ ഏതാണോ ഏറ്റവും കുറവ് വരുന്നത് അതാണ് ഡിഡക്ഷനായിട്ട് കൺസിഡർ ചെയ്യുക, വിച്ച് എവർ ഈസ് ലെസ്. ഇനി അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എങ്ങനെ കാണാൻ വെച്ചാൽ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ എല്ലാ ഹെഡുകളും, ഇപ്പോൾ സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിന്, അങ്ങനെയുള്ള എല്ലാ ഹെഡുകളും അതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യണം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ പ്ലസ് ഷോർട്ട് ടേം ഗെയിന് പ്ലസ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U ബിഫോർ ഡിഡക്ഷൻ ആസ് പെർ സെക്ഷൻ 80GG. അങ്ങനെയാണ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കാണാം. അപ്പോൾ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം ഇങ്ങനെയുള്ള കേസിൽ ഒരു 3 കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിലാണ് ഡിഡക്ഷൻസ് കിട്ടുക. നെക്സ്റ്റ് പറയാനുള്ള സെക്ഷൻ 80GGA ആണ് പറയുന്നത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് സെർട്ടൈൻ ഡൊണേഷൻസ് ഫോർ റിസർച്ച് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ സെക്ഷൻ 80GG പറയുന്നത് റിസർച്ച് ഓർ റൂറൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൊണേഷൻസ് കിട്ടുകയാണെങ്കിൽ അതിൽ വരുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. പ്രോഫിറ്റ് ഓർ ഗെയിൻസ് പ്രൊഫഷൻസിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം ചാർജ് ചെയ്യുന്ന ഒരു അസസി ആണെങ്കിൽ അയാൾക്കാണ് ഈ ഒരു ഡിഡക്ഷനിൽ എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെ ഐറ്റംസ് വരുമ്പോഴാണ് അയാൾക്ക് 100% ഡിഡക്ഷൻ കിട്ടുന്നത് നമുക്ക് നോക്കാം. സപ്പോസ് ഇപ്പം ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള റിസർച്ച് അസോസിയേഷനോ സംബന്ധിച്ചിടത്തോളം അവിടെ റിസർച്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് സോഷ്യൽ സയൻസ് റിസർച്ചോ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചോ യൂണിവേഴ്സിറ്റി കോളേജ് അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള റിസർച്ചിന് വേണ്ടിയിട്ട് സോഷ്യലായിട്ടുള്ള റിസർച്ചുകൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും ഡൊണേഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് 100% ഡിഡക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ എന്താ പറയുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു അസോസിയേഷനോ ഇൻസ്റ്റിറ്റ്യൂഷനോ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഏറ്റെടുക്കുകയാണെങ്കിൽ ആ സമയത്ത് 100% ഡിഡക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത് വെച്ചാൽ ഒരു പബ്ലിക് സെക്ടർ കമ്പനി അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ അസോസിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു നാഷണൽ കമ്മിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും നേച്ചർ റിസോഴ്സസിനെ കൺസർവേഷൻ ഇപ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നേച്ചർ റിസോഴ്സസിനെ അസോസിയേഷൻ ഇപ്പോൾ വനവൽക്കരണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് തന്നെ നോട്ടിഫൈഡ് ചെയ്തിട്ടുള്ള നാഷണൽ അർബൻ പോവർട്ടി ഇറാഡിക്കേഷൻ ഫണ്ട് സെറ്റപ്പിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു എമൗണ്ട് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും ഡിഡക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഡിഡക്ഷൻ കിട്ടാത്ത ഒരു കേസ് പറയുന്നത് ഈ എമൗണ്ട് 10,000 മുകളിലാണെങ്കിൽ ഒരു ഡിഡക്ഷനും കിട്ടില്ല എന്ന് പറയുന്നത്, ഒരു ഡിഡക്ഷനും ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സെക്ഷൻ GGB deductions in respect of contributions made by an Indian companies to political parties and a electoral trust. So the amount contributed is allowed as a deduction. So in section 80GGC, deduction in respect of contribution by individuals to political parties or an electoral trust.
The amount contributed by an assessee who is not a local authority or artificial judicial person is eligible for deduction. No deduction shall be allowed under Section 80 GGB and 80 GGC in respect of any sum contributed by way of cash. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് സെർട്ടൻ ഇൻകംസ് പറഞ്ഞാൽ സെക്ഷൻ 139 സബ്സെക്ഷൻ 1 സ്പെസിഫൈ ചെയ്തുള്ള ഡ്യൂ ഡേറ്റിന് മുന്നേ റിട്ടേൺ ഫർണിഷ് ചെയ്യാത്ത കമ്പനികൾസ് ആണെങ്കിൽ, റിട്ടേൺ ഫർണിഷ് ചെയ്യാത്ത അസസി ആണെങ്കിൽ അവർക്ക് സെക്ഷൻ 1A 1B 1IC 1ID 1E പ്രകാരം ഡിഡക്ഷൻസ് അലൗ ചെയ്യുന്നത് അല്ല. ഇനി സെക്ഷൻ 81A എന്താണെന്നാണ്. ഡിഡക്ഷൻസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സ് ഓർ എൻ്റർപ്രൈസസ് എൻഗേജ്ഡ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻഗേജ്ഡ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിന് കിട്ടുന്ന പ്രോഫിറ്റിലും ഗെയിനിലും കിട്ടുന്ന ഡിഡക്ഷൻസ് എങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് സെക്ഷൻ 81A സബ്സെക്ഷൻ പ്രകാരം 10 ഇയേഴ്സിലേക്ക് ടാക്സ് ഹോളിഡേ കിട്ടുന്നതാണ്. അപ്പോൾ സെക്ഷൻ 81A സബ്സെക്ഷൻ 1 പ്രകാരം ഇവർക്കൊരു 10 ഇയേഴ്സിന് ടാക്സ് ഹോളിഡേ കൊടുക്കുന്നതാണ് പറയുന്നത്. ഫസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീനെ പറ്റിയാണ് പറയുന്നത്. 1/4/1995 ശേഷം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഓപ്പറേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും തുടങ്ങിയതായിരിക്കും. രണ്ടാമത് പറയുന്നത് എന്താ വെച്ചാൽ 1/4/2017 ശേഷമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തതും മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയതും. അവർക്ക് ഈ സെക്ഷൻ 1A പ്രകാരം ഡിഡക്ഷൻ കിട്ടില്ല. ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി 1/4/1995 തുടങ്ങിയതായിരിക്കണം. 1/4/2070 ശേഷം തുടങ്ങിയെന്ന് വെച്ചാൽ ഡിഡക്ഷൻ കിട്ടൂല. അപ്പോൾ ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ 1/4/1995 മുന്നേ തുടങ്ങിയായിരിക്കണം, അല്ലെങ്കിൽ ആ ടൈമിൽ തുടങ്ങിയതായിരിക്കണം. അല്ലെങ്കിൽ 1/4/2070 ശേഷം തുടങ്ങിയ വെച്ചാൽ ഡിഡക്ഷൻ കിട്ടുന്നതല്ല. നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 1/4/2006 അല്ലെങ്കിൽ 31/3/2011 കാലയളവിലുള്ള ഓപ്പറേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും തുടങ്ങിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്കുകളാണെങ്കിൽ അവർക്ക് ഡിഡക്ഷൻസ് കിട്ടും. ഇനി മൂന്നാമത് പറയുന്ന പവർ അണ്ടർടേക്കിങ്ങിൻ്റെ കേസിൽ എന്താ വരുന്നത് വെച്ചാൽ 1/4/1993 അല്ലെങ്കിൽ 1/33/2070 കാലയളവിൽ ഇന്ത്യൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പവർ ജനറേഷനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കമ്പനീസാണ്, അതിന് വേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ അവർക്ക് ഡിഡക്ഷൻ കിട്ടും. ഇനി അതേപോലെ 1/4/199 അതുപോലെ 31/3/2070 കാലഘട്ടത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു നെറ്റ്വർക്കിൻ്റെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ അവർക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടുന്നതാണ്, കമ്പനികൾസിന് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു എക്സിസ്റ്റിംഗ് നെറ്റ്വർക്കിൻ്റെ ട്രാൻസ്മിഷനും മോഡേണൈസേഷനും ഒക്കെ വേണ്ടിയിട്ട് നിലവിലുള്ള നെറ്റ്വർക്കിൻ്റെ മോഡേണൈസേഷനും റിനോവേഷനും ഏറ്റെടുക്കുന്ന ടൈപ്പ് ഓഫ് കമ്പനികൾക്കും അത് ഏത് കാലയളവിൽ 1/4/2004 31/3/2017 ആ ഒരു കാലയളവിലുള്ള കമ്പനികൾക്ക് നെറ്റ്വർക്കിൻ്റെ മോഡേണൈസേഷനും ട്രാൻസിഷനും റിനോവേഷൻസിനും എൻഗേജ് ചെയ്തിട്ടുള്ള കമ്പനീസാണ്. അവർക്കും ഇത് പ്രകാരം ഡിഡക്ഷൻ കിട്ടും. 81 പ്രകാരം 80IA പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്നതാണ്. ഇനി ഫോർത്ത് വൺ കേസിൽ പറയുന്നത് അണ്ടർടേക്കിംഗ് ഓൺഡ് ബൈ എൻ ഇന്ത്യൻ കമ്പനി ആൻഡ് സെറ്റപ്പ് ഫോർ റീകൺസ്ട്രക്ഷൻ ഓർ റിവൈവൽ ഓഫ് എ പവർ ജനറേഷൻ പ്ലാന്റ്. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ഒരു ഇന്ത്യൻ കമ്പനി ഇപ്പോൾ ഏതെങ്കിലും ഒരു അണ്ടർടേക്കിങ്ങിന് പവർ ജനറേറ്റിംഗ് ഒരു കമ്പനീൻ്റെ കാര്യമാണ് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഓൺ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഓൺ ചെയ്യുന്ന 30/11/2005 മുന്നെയാണ് ഓൺ ചെയ്തത് വെച്ചാൽ
അത് മാത്രമല്ല ആ കമ്പനിയിലെ മെജോറിറ്റി ഇക്വിറ്റി പാർട്ടിസിപ്പേഷനും പബ്ലിക് സെക്ടർ കമ്പനീസ് ആണെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിന് ഈ ഡിഡക്ഷൻസ് കിട്ടുമെന്ന് പറഞ്ഞു. 2 കണ്ടീഷനാണ് പറയുന്നത്. ഒന്ന്, ഇന്ത്യൻ കമ്പനി ആയിരിക്കണം, 31/11/2005 മുന്നേ ആയിരിക്കണം തുടങ്ങേണ്ടത്. മെജോറിറ്റി പാർട്ടിസിപ്പേഷൻസും മെമ്പേഴ്സ് പബ്ലിക് സെക്ടർ കമ്പനീസ് ആണെങ്കിൽ ഈ ഒരു ഡിഡക്ഷൻ കിട്ടുകയെന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് 31/3/2011 ഇപ്പോൾ 30/11/2005 മുന്നേ ഫോം ചെയ്തായിരിക്കും. പക്ഷേ 31/3/2011 പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പവർ ട്രാൻസ്മിഷൻ ചെയ്യാനും ആരംഭിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് റേറ്റ് ഓഫ് ഡിഡക്ഷൻ ആണ്. ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ, ചില കേസിൽ 100% ഓഫ് ഡിഡക്ഷൻ കിട്ടും. അത് ഏതൊക്കെ കേസാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇൻ കേസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ബീങ് എ പബ്ലിക് ഫെസിലിറ്റി. ഇപ്പോൾ പബ്ലിക് ഫെസിലിറ്റി പറയുമ്പോൾ റോഡ്, ടോൾ റോഡ്, ബ്രിഡ്ജ്, റെയിൽ സിസ്റ്റം, ഹൈവേ പ്രൊജക്റ്റ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതേപോലെ തന്നെ വാട്ടർ സപ്ലൈ പ്രൊജക്റ്റ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം, ഇറിഗേഷൻ പ്രൊജക്റ്റ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇങ്ങനെയുള്ള കേസുകൾ അസസീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു എലിജിബിൾ ബിസിനസ്സിലെ പബ്ലിക് ഫെസിലിറ്റി ആയിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ ആരംഭിച്ചിട്ട് 20 വർഷത്തിൽ 10 വർഷം കൺസിക്യൂട്ടീവായിട്ട് അസസ്മെൻറ്റ് ഇയേഴ്സിൽ ഇവർക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ ആരംഭിച്ച് 20 വർഷമായി. ആ 20 വർഷത്തിൽ 10 ഇയേഴ്സ് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഡിഡക്ഷൻ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കേസിൽ പറയുമ്പോൾ ഫോർ ഓൾ അതർ എലിജിബിൾ ബിസിനസ്. അസസീനെ സംബന്ധിച്ചോളം നെക്സ്റ്റ് കേസിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഈ ഒരു ബിസിനസ് ആരംഭിച്ചിട്ട് 15 വർഷം ആരംഭിച്ചിട്ട് 10 വർഷം അവർക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. വേറെയുള്ള എലിജിബിൾ ബിസിനസ്സിൻ്റെ കേസിൽ പറയുന്നത്. പബ്ലിക് ഫെസിലിറ്റി ആണെങ്കിൽ തുടർച്ചയായിട്ട് 10 വർഷം ക്ലെയിം ചെയ്യാൻ പറ്റും. വേറെ എലിജിബിൾ ബിസിനസ്സിൽ 15 വർഷത്തിൽ തുടർച്ചയായി 10 വർഷം ഡിഡക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സെക്ഷൻ 80A മെയിനായിട്ട് പറയാനുള്ളത്. സെക്ഷൻ 80A പ്രകാരം എന്താ പറയുന്നത് വെച്ചാൽ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻഗേജ്ഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിന് കിട്ടുന്ന പ്രോഫിറ്റ് ഓർ ഗെയിൻസിൽ വരുന്ന ഡിഡക്ഷൻസ് ഒക്കെയാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ സെക്ഷൻ 80AB ആണ് പറയുന്നത്. ഡിഡക്ഷൻസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ബൈ എൻ അണ്ടർടേക്കിംഗ് ഓർ എൻ്റർപ്രൈസസ് എൻഗേജ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ എക്കണോമിക് സോണ്. ഈ സ്പെഷ്യൽ എക്കണോമിക് സെഡ് എന്ന് പറയുന്നത് SEZ ആണ്. അപ്പോൾ SEZന് എന്തൊക്കെ ഡിഡക്ഷൻസ് കിട്ടുമെന്ന് നോക്കാം. ഈ SEZൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻഗേജ്ഡ് ചെയ്തിട്ടുള്ള അണ്ടർടേക്കിനും എൻ്റർപ്രൈസസിനും വേണ്ടിയിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് ഗെയിൻസ് കിട്ടുന്ന ഡിഡക്ഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള 31/3/2005 ശേഷം നോട്ടിഫൈഡ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ എക്കണോമിക് സോണാണെങ്കിൽ ആ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻഗേജ്ഡ് ചെയ്തിട്ടുള്ള അണ്ടർടേക്കിംഗ് ഉണ്ട്. ആ ഒരു ബിസിനസ്സിന് കിട്ടുന്ന പ്രോഫിറ്റ് ഓർ ഗെയിൻസിൽ എങ്ങനെയാണ് ഈ ഒരു ഡിഡക്ഷൻ വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ കേസ് പറയാൻ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് 10 വർഷം ഇങ്ങനെ 100% ഈ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഓർ ഗെയിൻസിൽ 100% ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള പോർഷനും അവർക്ക് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. 31/3/2005 ശേഷം സ്പെഷ്യൽ എക്കണോമിക് സോണിന് വേണ്ടി നോട്ടിഫൈഡ് ചെയ്തിട്ടുള്ള അണ്ടർടേക്കിങ്സിന് മാത്രമേ 10 ഇയേഴ്സ് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അസസ്മെൻറ്റ് ഇയറിൽ 10 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഇയേഴ്സിന് അവർക്ക് 100% ഡിഡക്ഷൻ കിട്ടുന്നതാണ്. പക്ഷേ ഇതിലൊരു കണ്ടീഷൻ ഉണ്ട്. ഈ ഡിഡക്ഷൻ എപ്പോൾ കിട്ടൂല? സ്പെഷ്യൽ എക്കണോമിക് സോണ് പറയുന്നത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്
2017 ശേഷമാണെങ്കിൽ എൻഗേജ് ചെയ്ത് വെച്ചാൽ എന്തായാലും ഈ ഡിഡക്ഷൻ കിട്ടുന്നതല്ല. ദാറ്റ് മീൻസ് മാർച്ച് 31, 2017 മുന്നേ ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻഗേജ് ചെയ്തുള്ള അണ്ടർടേക്കിങ്സിന് മാത്രമേ ഈ 100% ഡിഡക്ഷൻ കിട്ടുള്ളൂ. അല്ലാത്തതിന് ഈ ഡിഡക്ഷൻ കിട്ടുന്നതല്ല. ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ പറയുന്നത് ഡെവലപ്പ് ചെയ്തത് 2005 ശേഷമാണെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആ ഒരു അണ്ടർടേക്കിങ്ങിന് അതിൻ്റെ ഓപ്പറേഷൻസും മെയിൻ്റെനൻസും മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഏതിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ മെർജിങ്ങിൻ്റെ ഒക്കെ ഒരു കേസിൽ എയും ബിയും 2 കമ്പനീസ്, എയും ബിയും എ ബിയിലേക്ക് എന്ത് ചെയ്യാന്ന് അവരെ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യാന്നെങ്കിൽ ബി എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ ഏതിലായിട്ടാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഒരു അണ്ടർടേക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 10 വർഷം എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. 10 വർഷത്തേക്ക് അവർക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുമ്പോൾ സെക്ഷൻ 80 ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് അതർ ദാൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഷിപ്സ് ഓർ ഹോട്ടലാണെന്ന് പറഞ്ഞത്. സെക്ഷൻ 80 പ്രകാരം ഡിഡക്ഷൻ എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനോ ഷിപ്സിലോ ഹോട്ടൽസിലോ എൻഗേജ്ഡ് ചെയ്യാത്ത ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിൽ എങ്ങനെയാണ് ഡിഡക്ഷൻ വരുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരാണ്. അതിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിന് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് അവരുടെ കേസിൽ തുടക്കത്തിലുള്ള 5 വർഷം 100% ഡിഡക്ഷൻ കിട്ടുമെന്ന് പറയുന്നത് ഡിഡക്ഷനാണെന്ന് പറയുന്നത്. അതേപോലെ ബാക്കിയുള്ള ഇയേഴ്സിലേക്ക് വരുമ്പോൾ അതിന് ശേഷമുള്ള ഇയേഴ്സിലേക്ക് അവരെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിൽ 25% ഡിഡക്ഷൻ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ടോട്ടൽ പീരീഡ് പറയുന്നത് 12 കണ്ടിന്യൂസ് ആയിട്ട് അസസ്മെൻറ്റ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 12 വർഷത്തിൽ കൂടുതൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്കൻഡ് കേസ് എന്ന് പറയുമ്പം മിനറൽ ഓയിൽ ഓർ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് എൻഗേജ് ചെയ്തിട്ടുള്ള അണ്ടർടേക്കിംഗ് ആണെങ്കിൽ, ഇപ്പോൾ ആദ്യത്തെ കേസിൽ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓർ മിനറൽ ഓയിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രി ഇപ്പോൾ അണ്ടർടേക്കിംഗ് ആണെങ്കിൽ ഈ ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 1/4/1997 അവർക്ക് ഡിഡക്ഷൻ കിട്ടും. പക്ഷേ 1/4/2070 ശേഷമാണ് അവർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ അവർക്ക് ഡിഡക്ഷൻ കിട്ടില്ല. ദാറ്റ് മീൻസ് 1/4/1997 മുതൽ 1/4/2070 വരെ അവർക്ക് ഡിഡക്ഷൻ കിട്ടും എന്നാണ് പറയുന്നത് ഫസ്റ്റ് കേസിൽ. ഇനിയിപ്പോൾ 2007 ശേഷമാണ് ഡിഡക്ഷൻ കിട്ടൂല. ഇനി നെക്സ്റ്റ് പറയുന്നത് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ് ആണ്. അടുത്ത കേസിൽ ഇതേപോലെ തന്നെയാണ്. നാച്ചുറൽ ഗ്യാസിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ 1/4/1990 ശേഷമാണ് തുടങ്ങിയതെന്ന് വെച്ചാൽ ഡിഡക്ഷൻ കിട്ടും. പക്ഷേ 1/4/2070 വന്നതെന്ന് വെച്ചാൽ ഡിഡക്ഷൻ കിട്ടില്ല. അപ്പോൾ 1/4/1990 വെച്ചാൽ ഡിഡക്ഷൻ കിട്ടും. അതിന് ശേഷം 1/4/2070 ശേഷം വന്നു വെച്ചാൽ കിട്ടില്ല. ഇനി ക്വാണ്ടം ആൻഡ് പീരീഡ് ഓഫ് ഡിഡക്ഷനാണ്. അപ്പോൾ ഇനീഷ്യൽ അസസ്മെൻറ്റ് ഇയർ ഉൾപ്പെടെ 7 കൺസിക്യൂട്ടീവ് അസസ്മെൻറ്റ് ഇയറിൽ ഈ ബിസിനസ് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ആണെങ്കിൽ അതിന് 100% ഡിഡക്ഷൻ അലൗ ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഒരു ബിസിനസ് എന്തെങ്കിലും ഒരു തരത്തിൽ പ്രോസസ്സിൽ, പാക്കേജിൽ, പ്രിസർവേഷൻസിൽ, വെജിറ്റബിൾസ്, മീറ്റിൽ, ക്യാരിങ് പ്രോഡക്റ്റ്, സ്റ്റോറേജ്, മീറ്റ് പ്രോഡക്റ്റ്, അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻസിൽ അങ്ങനത്തെ എന്തെങ്കിലും എൻഗേജ്ഡ് ചെയ്തിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ കേസിൽ 1/4/2001 ശേഷം ആണ് ഓപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ അവർക്ക് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെ കിട്ടുന്ന പറഞ്ഞ് വെജിറ്റബിൾ, മീറ്റ് പ്രൊഡക്ഷൻ അങ്ങനെയുള്ള കമ്പനീസിലാണ് കിട്ടുന്നത്, അണ്ടർടേക്കിംഗ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ഡിഡക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലുള്ള ഇനീഷ്യൽ അസസ്മെൻറ്റ് ഇയേഴ്സ് ഉൾപ്പെടെ 5 അസസ്മെൻറ്റ് ഇയേഴ്സിൻ്റെ
ഉള്ളിലുള്ള പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിനാണ് 100% ഡിഡക്ഷൻ കിട്ടുക. അതിന് ശേഷമുള്ളതിനൊക്കെ 25% ഡിഡക്ഷൻ കിട്ടുക. ഒരു കമ്പനീൻ്റെ കേസിലാണെങ്കിൽ 25% എന്ന് പറയുന്ന ഡിഡക്ഷൻ ആദ്യത്തെ വർഷം 5 ഇയറിൽ ഡിഡക്ഷൻ കിട്ടുമെങ്കിൽ പിന്നീടുള്ള ഇപ്പോൾ ഒരു കമ്പനീൻ്റെ കേസിൽ വരുമ്പോൾ പിന്നീടുള്ള വർഷങ്ങളിൽ ആദ്യത്തെ 5 വർഷം കഴിഞ്ഞാൽ പിന്നീടുള്ള വർഷങ്ങളിൽ 25%-ന് പകരം 30%-ആയിരിക്കും ഡിഡക്ഷൻ കിട്ടുക. എന്ത് കമ്പനീൻ്റെ കേസിൽ. ഇപ്പോൾ ടോട്ടൽ പീരീഡ് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 10 കൺസിക്യൂട്ടീവ് കൂടാൻ പാടില്ല. നേരത്തെ നമ്മൾ 12 ആണെങ്കിൽ ഇതിൽ 10 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അസസ്മെൻറ്റ് ഇയേഴ്സിൽ കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എന്താ പറയുക കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓർ മിനറൽ ഓയിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ ഡിഡക്ഷൻ കിട്ടുന്നത് 1/4/1997 തുടങ്ങിയതാണ്. പക്ഷേ 1/4/2070 ശേഷമാണ് അവിടെ ഡിഡക്ഷൻ കിട്ടൂല. അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ നാച്ചുറൽ ഗ്യാസിലും പറഞ്ഞത് 1/4/1999 വരെയാണ് ഡിഡക്ഷൻ കിട്ടുന്നത്. അതിന് ശേഷമുള്ള 1/4/2070 ഡിഡക്ഷൻ കിട്ടുന്നതല്ല. ആദ്യത്തെ വർഷം അതുപോലെ തന്നെ ആദ്യത്തെ വർഷം നമുക്ക് എങ്ങനെയാലും 100% ഡിഡക്ഷൻ കിട്ടും 5 കൊല്ലം. അതിന് ശേഷമുള്ളത് വരുന്നത് 25%. അതേപോലെ ഒരു കമ്പനീൻ്റെ കേസിൽ വരുമ്പോഴും 5 ഇയർ 100% ഡിഡക്ഷൻ കിട്ടും. അതിന് ശേഷം വരുന്നത് 30% കിട്ടുക കമ്പനീൻ്റെ കേസിൽ അങ്ങനെയാണ് പറയുന്നത്. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ എടുത്തത് സെക്ഷൻ 80GG ആണ്. പിന്നെ സെക്ഷൻ 80GGA പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം 80GGB, സെക്ഷൻ 80GGC, അത് കഴിഞ്ഞ ശേഷം ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് സർട്ടൈൻ ഇൻകംസ് പറഞ്ഞു. അതിലുള്ള സെക്ഷൻ 80IA പറഞ്ഞു. അതേപോലെ തന്നെ അതിൽ വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, ഇൻഡസ്ട്രിയൽ പാർക്സ്, പവർ അണ്ടർടേക്കിംഗ് ഓൺ ബൈ എൻ ഇന്ത്യൻ കമ്പനി ആൻഡ് സെറ്റപ്പ് ഫോർ റീകൺസ്ട്രക്ഷൻ ഓർ റിവൈവൽ ഓഫ് എ പവർ ജനറേഷൻ പ്ലാന്റ് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം റേറ്റ് ഓഫ് റിഡക്ഷൻ പറഞ്ഞു, അതിലുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞ സെക്ഷൻ 80IB പറഞ്ഞു. ഇപ്പോൾ സെക്ഷൻ 80IAC പറഞ്ഞു. ദെൻ സെക്ഷൻ 80IB പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.